നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചു. ഇന്ന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരം നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ആഴ്സണൽ പ്രൊമോട്ട് ചെയ്തു വന്ന് കവൻട്രിക്കെതിരെയാണ് കളിക്കാൻ ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും ആധിപത്യം ആഴ്സണലിന് തന്നെ. ആഴ്സണലിൻ്റെ മൈതാനത്തൊരു ഗംഭീര വിജയമാണ് ആരാധകരൊക്കെ പ്രതീക്ഷിക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ കളി നടക്കുന്നത്. കമ്മ്യൂണിറ്റി ഷീൽഡിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ ആഴ്സണൽ വലിച്ചു കീറിയ വിധം കണ്ടാൽ ഈ മത്സരത്തിലും അതിനോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ ഒരു പെർഫോമൻസ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. കവൻട്രിയെ പരിശീലിപ്പിക്കുന്നത് ഫ്രാങ്ക് ലംപാർഡാണ്, മുൻ ചെൽസി ഇതിഹാസം. ഏതായാലും ഈ മത്സരത്തിന് ആഴ്സണൽ എങ്ങനെ ഇറങ്ങും, അവരുടെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും എന്നുള്ള ചോദ്യമുണ്ട്. ഇന്നലെ കോച്ച് മൈക്കിൾ ആർറ്റെറ്റ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. റൈസ് ഫിറ്റാണ്, സാക്ക ഫിറ്റാണ്. ബ്രൂണോ ഗുയിമാരസിൻ്റെ കാര്യത്തിൽ അദ്ദേഹം നന്നായിട്ട് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. ഇന്നാണ് തീരുമാനമെടുക്കുക എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം കളിക്കുമെന്ന് തന്നെ നമ്മൾ കരുതുകയാണ്. അങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോബിൾ ലൈനപ്പ് പറയുന്നത്. ഇന്നലെ നമ്മൾ ആർറ്റെറ്റ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗണ്ണേഴ്സ് ഫാൻസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക. ഏതായാലും ആഴ്സണൽ അവരുടെ ഫുൾ സ്ട്രെങ്ത്തിൽ തന്നെ ഇന്ന് ഇറങ്ങും എന്ന് വേണം കരുതാൻ. ഗോൾ കീപ്പറായിട്ട് റയ, ഡിഫൻസിൽ ഇപ്പോൾ സാലിബക്ക് പരിക്കാണല്ലോ. കൊൻസെ എത്തുന്നു, പക്ഷേ ഇന്ന് കളിക്കും നമ്മൾ കരുതുന്നില്ല. ഗബ്രിയലും മോസ്കാരയും സെൻട്രൽ ബാക്കുമാരുടെ റോളിൽ, കലാഫിയോറിയും വൈറ്റും ഇരു പാർശ്വങ്ങളിലായിട്ട്. മധുരയിലേക്ക് വരുമ്പോൾ ഗുയിമാരസ് കളിക്കുമെന്നൊരു അസംഷനിലാണ് നമ്മളുള്ളത്. ഗുയിമാരസും റൈസും ഓഡേഗാർഡും മധ്യനിരയിൽ. മുന്നേറ്റത്തിൽ സാക്ക ഇറങ്ങുന്ന കരുതാം, അല്ലെങ്കിൽ മഡൂക്കിനെ പ്രതീക്ഷിക്കണം. സാക്ക മടങ്ങിയെത്തുമെന്നാണ് പലരും സൂചിപ്പിക്കുന്നത്. അപ്പോൾ സാക്കയും സോലിസും കഴിഞ്ഞ കളിയിലൊക്കെ നന്നായിട്ട് കളിച്ചു. ഒപ്പം ഹാവേർട്സും ചേർന്നുകൊണ്ട് മുന്നേറ്റങ്ങൾ നയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗബ്രിയൽ മാർട്ടിനെല്ലി, ഗബ്രിയൽ ഹീസസ് തുടങ്ങിയവരൊക്കെ ആഴ്സണൽ തുടരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയത്തിൽ നിൽക്കുകയാണ്. ഹാവേർട്സിന് പകരം ഗ്യോക്കറസ് ഇറങ്ങുമോ എന്ന ചോദ്യമുണ്ട്. പക്ഷേ ഹാവേർട്സ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളൊക്കെ. അപ്പോൾ ഇതായിരിക്കും ഇന്ന് ആഴ്സണലിൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് എന്ന് വേണം കരുതാൻ. അതേസമയം മറുഭാഗത്ത് നമുക്കറിയാലോ, പ്രമോഷൻ കിട്ടി വന്ന ടീമാണ്. അത്ര വലിയൊരു പോരാട്ടം ആഴ്സണലിനെതിരെ അവർ നടത്തുമെന്ന് കരുതുക വയ്യ. കവൻട്രിയുടെ ഭാഗത്തൊരു ഹാജി റൈറ്റും അതുപോലെ തന്നെ ലൂക്ക് വോൾഫെൻഡനും റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അതേസമയം ജാക്ക് റുഡോണി, ഫ്രാങ്ക് ഒനിയേക്ക അവർ ഇന്ന് ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ക്ലിയറൻസ് കിട്ടുകയാണെങ്കിൽ അവർ കളിക്കും. ഒരുപാട് കവൻട്രി പ്ലെയേഴ്സ് ഡെബ്യൂട്ടൻ ആയിട്ട് EPL കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഏതായാലും ഏത് രൂപത്തിലുള്ള പെർഫോമൻസ് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഗംഭീര വിജയം ആഴ്സണൽ നേടുമെന്നാണ്. ഹോം മത്സരത്തിൽ ഒരു 3 ഗോളിനെങ്കിലും ആഴ്സണൽ വിജയിക്കും എന്നാണ് നമ്മുടെ പ്രഡിക്ഷൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.